കാപ്പ കേസിലെ പ്രതിയെ കൊന്ന് താമ്രപർണി നദിയിൽ തള്ളി. ഇത് കേരളത്തിൻ്റെ ബോർഡറിൽ നടന്ന സംഭവമാണ്. കാപ്പ കേസ് പ്രതിയായ അതുലിനെ പൊഴിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആ പൊഴിയൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പ്രവേശിക്കാൻ പാടില്ല. കഴിഞ്ഞ 26-ാം തീയതി വരെ അദ്ദേഹത്തിന് നിരോധനമുണ്ടായിരുന്നു. 27 രാവിലെ അദ്ദേഹം അമ്മ താമസിക്കുന്ന ശൈലജ താമസിക്കുന്ന വീട്ടിലെത്തി. ഇദ്ദേഹം ശൈലജയെ നമുക്കറിയാം, ഇവിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാസമരത്തിൽ പങ്കെടുത്ത സ്ത്രീയാണ് ശൈലജ. അവരുടെ മകനാണ് അതുൽ. അതുലിന് അടിപിടി കേസുള്ളതുകൊണ്ട് കാപ്പ കേസ് പൊഴിയൂർ പോലീസ് സ്റ്റേഷൻ എടുത്തു. അത് 26-ാം തീയതി വരെ അവിടെ കയറാൻ പാടില്ല. 27 രാവിലെ അയാൾ കാറിൽ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ കുഴിത്തറയുള്ള സുഹൃത്തിൻ്റെ വീട്ടിലെ ഒരു ചടങ്ങ്, നൂലുകെട്ട് ചടങ്ങ്, അതിൽ പങ്കെടുക്കാൻ പോയി. 28-ാം തീയതി രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ആ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു 3-3:30 ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം മാർത്താണ്ഡത്ത് ഒരു ബാറിൽ ഇരുന്ന് മദ്യപിച്ചതായിട്ടാണ് ഇപ്പം പോലീസ് പറയുന്നത്. കൂടെ 4 പേരുണ്ട്, ആരാണെന്നറിയത്തില്ല. ഈ സംഭവത്തിൻ്റെ തുടക്കം കഴിഞ്ഞ 31-ാം തീയതി അല്ലെങ്കിൽ ഇന്നലെ അവിടെ അരുമന സ്റ്റേഷൻ പരിധിയിലെ ചിതറാൽ മലയിൽ കോവിലിനടുത്ത് ഒരു ഉപേക്ഷിക്കപ്പെട്ട നില ഒരു കാറിനെ കണ്ടു. അരുമന പോലീസ് സ്റ്റേഷനിൽ അവർ കാറ് പരിശോധിച്ചു. അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇട്ടു. അതിന് അടുത്ത് താമ്രപർണി നദിയിലെ ഒരാളുടെ മൃതദേഹം കണ്ടു. അയാളെ കൊന്ന് താമ്രപർണി ആ നദിയിൽ തള്ളിയിരിക്കുകയാണ്. ഏതായാലും കാറുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലായി പോലീസ്. ആ കാര്യം അരുമന പോലീസ് അന്വേഷിച്ചു. ഇയാളെ ആ കാറ് സഞ്ചരിച്ച റൂട്ടുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മാർത്താണ്ഡത്തെ ഒരു ബാർ ഹോട്ടലിൽ കാറിൻ്റെ ഉടമസ്ഥനെ അതുലും 4 പേരും ഇരുന്ന് മദ്യപിക്കുന്ന CCTV ദൃശ്യം അവിടുത്തെ അരുമന പോലീസിന് കഴിച്ചു. ഏതായാലും ആ 4 പേരെ പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവർ ഈ കേസിനകത്ത് തീർച്ചയായിട്ടും ഉൾപ്പെട്ടിരിക്കാനാണ് സാധ്യത. കാർ എന്തായാലും ഉപേക്ഷിക്കപ്പെട്ട നിലയിലും കാറിൽ ചില രക്തപ്പാടുകൾ, അങ്ങനെ കാറിലെ ചില അക്രമം നടത്തിയ ലക്ഷണങ്ങൾ ഒക്കെ ഉണ്ട്. ഏതായാലും ഇയാളെ ഇപ്പം ഈ ഡെഡ് ബോഡി ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാറാണിത്. കാറിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് നമുക്കറിയില്ല. അതേപ്പറ്റിയൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലെ കുറേ അടിപിടി കേസുള്ള ഒരു വ്യക്തിയാണ് അതുൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പം ആ മാർത്താണ്ഡം ബാറിലിരുന്ന് അവിടെ ഇരുന്ന് മദ്യപിച്ചിരുന്നു എന്ന് തോന്നുന്നു. ആ 4 പേര് ആരാണെന്നുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരെ CCTV ദൃശ്യത്തിൽ അത് ഒരാളെ മാത്രം വ്യക്തമാകുന്നുണ്ട്, മറ്റുള്ളവരുടെ മുഖം തിരിച്ചറിയുന്നില്ല. ഏതായാലും അരുമന പോലീസ് ആളിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. ഇതൊരു ഹീനിയസ് മർഡറാണ്. ഇദ്ദേഹത്തിൻ്റെ അടിപിടി കേസിലെ ഏതെങ്കിലും എതിർകക്ഷത്തിലുള്ളവരാണോ ഈ ചതി കാണിച്ചത്? അതുകൊണ്ടാണോ നൂലുകെട്ടിന് അവിടെ വിളിച്ചു വരുത്തിയെന്ന് അറിയില്ല. അവിടെയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരാളുടെ കൊച്ചിൻ്റെ നൂലുകെട്ടിനാണ് വിളിച്ചു വരുത്തിയത്. ഏതായാലും അതുവരെ ഇയാൾ ഈ പൊഴിയൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തി കയറാതെ പളുകലും മറ്റുമായിരുന്നു ഇയാൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊടുത്തതൊന്നും നമുക്കറിയില്ല. പക്ഷേ അടിപിടി കേസുമായിട്ട് പലരുമായിട്ട് ഇയാൾക്ക് ശത്രുതയുണ്ട്. ഏതായാലും അതിക്രൂരമായ ഒരു കൊലപാതകമാണ് അരുമന പോലീസ് സ്റ്റേഷനിൽ കാണുന്നത്. അതിലെന്ന കാപ്പ കേസിലെ പ്രതിയാണ്. വാഹനവും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പോസ്റ്റ്മോർട്ടം നടത്തി കഴിയുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഏറ്റിട്ടുള്ള മുറിവുകളുടെ സ്വഭാവം എന്താണെന്ന് പറയാം. ഈ 4 പേരെ പറ്റി ഇതുവരെ വിവരങ്ങളൊന്നുമില്ല. 2-3 ദിവസത്തിനകം അത് വിവരങ്ങൾ ലഭിക്കും എന്നാണ് കരുതുന്നത്.